ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് നമ്മളൊക്കെ മറന്നുപോയ ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. സോ നമ്മളൊക്കെ നമ്മുടെ ഫോട്ടോസും കൊടുത്ത് നമ്മുടെ കുഞ്ഞിലെയുള്ള ഫോട്ടോയും കൂടെ ജെമിനിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ജെമിനി നമുക്ക് സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞു പ്രായവും ഇപ്പോഴുള്ള പ്രായവും കൂടി തരുന്നുണ്ടല്ലേ. സോ അതൊക്കെ നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ചെയ്ത് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് കാണുക. കാരണം ഞാൻ അതൊക്കെ ചെയ്തു, എനിക്ക് ഭയങ്കരമായിട്ട് വളരെയധികം സന്തോഷം തോന്നി. സോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴൊക്കെയോ മറന്നുപോയത് ആരെയാണ്? നമ്മൾ നമ്മളെ തന്നെ മറന്നു പോയിട്ടുണ്ട് അല്ലെ. സോ മറ്റാരുടെയൊക്കെയോ ചിന്തകൾക്കും മറ്റാരുടെയൊക്കെയോ ഇഷ്ടങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ച് തീർക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ കൊച്ചു കുട്ടി അല്ലെങ്കിൽ ഒരു ഇന്നർ ചൈൽഡ് എവിടെയോ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ എത്ര പേർക്ക് അങ്ങനെ ഫീൽ ആയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ട്രെൻഡിന് പിന്നാലെ ഓടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത്, വർഷങ്ങൾക്ക് മുമ്പ്, നമ്മൾ ഈ ഒരു പ്രായത്തിലാകുന്നതിന് മുമ്പ് നമുക്കൊരു ഒരു ഇന്നർ ചൈൽഡ് ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ എത്ര വളർന്നാലും എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മളോട് തന്നെ സംസാരിക്കാൻ സമയമില്ലാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ നമ്മളല്ലാതെ വേറെ ആരാണ് കൂടുതൽ മനസ്സിലാക്കുന്നതും കൂടുതൽ സ്നേഹിക്കുന്നതും? നമ്മൾ എന്നാൽ ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് വേണ്ടി സമയം കാണാതെ, അല്ലെങ്കിൽ നമുക്ക് സമയമില്ല ഒരു കാര്യം നമുക്ക് വേണ്ടി ഒരു നിമിഷം പോലും നമുക്ക് ചെലവാക്കാനായില്ല. നമ്മൾ എപ്പോഴും എന്താണ് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സമയം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക. അതായത് പലപ്പോഴും നമ്മൾ വലിയ ആളുകളായി ഇനി നമുക്ക് അതൊന്നും വേണ്ട, നമ്മൾ കൊച്ചു കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യാൻ പാടില്ല, എങ്കിൽ മറ്റുള്ളവർ എന്താ വിചാരിക്കുന്നത്, ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് പല തെറ്റുകളും സംഭവിക്കുന്നത്. അതായത് ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും അതിനെ നശിപ്പിക്കുകയാണ്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയൊരു ശബ്ദം, എപ്പോഴും ലിറ്റിൽ വോയിസ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റൂലേ. അത് എത്ര പേരത് ലിസൺ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഞാനൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്ട്രഗിളിലൊക്കെ ആവുമ്പോൾ ആ ഒരു ലിറ്റിൽ വോയിസ് എനിക്ക് എപ്പോഴും അനുഭവപ്പെടാറുണ്ട്. നിങ്ങളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? തീർച്ചയായും ആ കുഞ്ഞിനോട് അല്ലെങ്കിൽ ആ ഒരു കുട്ടി നമ്മളോട് നമ്മൾ സംസാരിക്കുക, അതിനു വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടുപിടിക്കുക. സോ അതെങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ള ഒരു 3 ടിപ്പ് ഞാൻ പറഞ്ഞു തന്നാൽ എത്ര പേര് അത് ഫോളോ ചെയ്യുമായിരിക്കും? So, തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഫോളോ ചെയ്യുക. ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ദിവസം ഒരു 10 മിനിറ്റ് കണ്ടെത്തുക. അതായത് നമുക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാറുണ്ടോ? 24 മണിക്കൂറില് ആകെ 10 മിനിറ്റ്, അത് 23 മണിക്കൂറും 50 മിനിറ്റും നിങ്ങൾ എന്ത് വേണോ ചെയ്തോ. ഒരു 10 മിനിറ്റാണ് ഞാൻ നമ്മളോട് സംസാരിക്കാനായിട്ട് പറയുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് വളരെയധികം കോൺഫിഡൻസ് കൂടും. കാരണം നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? എനിക്ക് അത് ചെയ്യാനുള്ള ധൈര്യമില്ല, എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, എനിക്ക് എന്ത് ചെയ്യുമ്പോഴും പേടിയാണ് എന്നിങ്ങനെ നമ്മൾ നിരന്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളോട് ഒരു 10 മിനിറ്റ് ഒന്ന് സംസാരിച്ച് നോക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ കൂടുന്നതായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതായിട്ടും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട്, സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. അതായത് ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ്. അതായത് നമ്മൾ സാധാരണയായിട്ട് മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്താറുണ്ടല്ലേ. കാരണം എന്തുകൊണ്ടാണ്? അവര് കാരണമാണ്, ഇവര് കാരണമാണ്. ഇതേ കാര്യം നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നടക്കാതിരിക്കുമ്പം നമ്മൾ പറയുന്നത് നമ്മുടെ അശ്രദ്ധ കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. ആ സമയത്ത് ഞാൻ അതങ്ങനെ ആലോചിക്കാൻ പോലും പാടില്ല, ഞാൻ അപ്പോഴെടുത്ത തീരുമാനമാണ്, അത് റോങ് ഡിസിഷൻ ആണ് എന്ന് നമ്മൾ തന്നെ നമ്മളെ സ്വയം ഒരു പഴിചാരുന്ന ഒരു പ്രവണത എല്ലാവർക്കും ഉള്ളതാണ്. ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ എന്താണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കാനുള്ള കാര്യം, നമ്മൾ ഒരിക്കലും നമ്മളെ ബ്ലെയിം ചെയ്യരുത്. നമ്മൾ കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ എന്നോ എവിടേക്കോ ആകേണ്ടതാണ്, എവിടേക്കോ എത്തേണ്ടതാണ്, ഞാൻ അന്ന് എടുത്ത റോങ് ഡിസിഷൻ ആണ് എന്നൊരിക്കലും നിങ്ങൾ പറയരുത്. നിങ്ങളുടെ മനസ്സ് തുറന്ന് നിങ്ങൾ ആ ഒരു സ്നേഹത്തോടെ നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുക. നിങ്ങൾ നിങ്ങളെ അംഗീകരിച്ച് കഴിയുമ്പോൾ ലോകം നിങ്ങളെ അംഗീകരിക്കാനായിട്ട് വരും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ഒരിക്കലും ബ്ലെയിം ചെയ്യരുത്. നിങ്ങൾ നിങ്ങളെ ബ്ലെയിം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളെ ബ്ലെയിം ചെയ്യത്തില്ല. സോ മൂന്നാമതായിട്ട്, സെൽഫ് ടോക്ക്. ഈ സെൽഫ് ടോക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ കുഞ്ഞിലേക്ക് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുക, അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പണ്ടൊക്കെ വീട്ടുകാർ പറയും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഇത് ബാഡ് ഹാബിറ്റ്സ് ആണെന്നൊക്കെ പറയും. എന്നാൽ
എന്റെ ലൈഫിൽ അതൊരു ബാഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട്, ആ കുഞ്ഞിലേ ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട്, ഇപ്പോഴും എനിക്ക് ഏതൊരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും എനിക്ക് ഇപ്പൊ ആരോടെങ്കിലും പറയാനുള്ളത് അവരോട് പോയി പറയാൻ ധൈര്യമില്ലെങ്കിലും, ഇന്ന ഒരാളോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും, വീട്ടിൽ ഇരുന്നിട്ട് സ്വയമായിട്ടൊന്ന് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താണ് ഒരു എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം വെച്ചാൽ അത്രയും പറഞ്ഞു കഴിഞ്ഞല്ലോ. നമുക്ക് ആ ഒരു മനസ്സിനകത്ത് ഭാരമില്ലല്ലോ. ആ ഒരു അവസ്ഥയിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെൽഫ് ടോക്ക് നടത്തുക. നിങ്ങൾക്കുള്ള സന്തോഷമാണെങ്കിലും അല്ലെങ്കിൽ സങ്കടമാണെങ്കിലും നിങ്ങൾ സംസാരിക്കുക. നിങ്ങളെ കേൾക്കാനായിട്ട് ആ കുട്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ കുട്ടിയോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അല്ലാതെ സെൽഫ് ടോക്ക് ചെയ്യുന്ന ഒരിക്കലും മോശമാണെന്ന് ഞാൻ പറയത്തില്ല. ചില ആളുകൾക്ക് ഇത് മോശമാണെന്ന് പറയാറുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണെന്ന്. യഥാർത്ഥം നിങ്ങൾ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ആ കുട്ടി നിങ്ങൾക്ക് ആശ്വാസമായിട്ട് പറയുന്നുണ്ടായിരിക്കും. ആ കുട്ടി അല്ലെങ്കിൽ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ആശ്വാസമാണ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു 3 ടിപ്പ് നിങ്ങൾ ഉപയോഗിക്കുക. എന്തൊക്കെയാണ്? ദിവസം ഒരു 10 മിനിറ്റ് കണ്ടെത്തുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യാതിരിക്കുക. ഒരു സെൽഫ് ടോക്ക് ചെയ്യുക. ഓക്കെ. അപ്പം ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനുള്ള കാര്യം, നമ്മൾ ഇനിയിപ്പോ അടുത്തൊരു ഒരു എന്താണ്, നമ്മുടെ ഉള്ളിലെ അല്ലെങ്കിൽ ഒരു ഉള്ളിലൊരു കുഞ്ഞു ആളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ. സോ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു കുഞ്ഞു പ്രായത്തിനെ കാണണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സെൽഫ് ഹഗ് കൊടുക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് എന്താണ്, ഒരു ഹഗ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നിങ്ങൾ ഏതൊരു പ്രതിസന്ധിയിലാണെങ്കിലും ഒരു സെൽഫ് ഹഗ് കൊടുക്കാനായിട്ട് നോക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഈ ഒരു അവസരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത്. അതൊരിക്കലും. കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എത്ര സമയമാണ്? 24 അവേഴ്സും നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാം. പക്ഷെ നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ആ ഒരു കുഞ്ഞു കുട്ടിയെയും എപ്പോഴും ക്യാരി ചെയ്യണം. അപ്പം നിങ്ങൾ എപ്പോഴും ആ ഒരു കുഞ്ഞിനെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഒക്കെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഹൃദയത്തെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയെ നിങ്ങളുടെ കുഞ്ഞിലെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അതായത് മെയ് 10, 2026 നമുക്ക് മദേഴ്സ് ഡേ ആണ് വരുന്നത്. ഈ ഒരു മദേഴ്സ് ഡേയില് നമ്മളെല്ലാരും എന്താണ്, മദറായിട്ടുള്ളവരുണ്ട്, ചിലപ്പോൾ ഗ്രാൻഡ് മദേഴ്സ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു മദർ ആകാൻ പോകുന്നവരുണ്ടായിരിക്കാം. സോ എല്ലാ വിമനും, അതായത് എല്ലാ ആ, എന്താണ്, ജെൻസ് ആണെങ്കിലും വിമൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ കമ്മ്യൂണിറ്റിയിൽ ഇൻവൈറ്റ് ചെയ്യുന്നത് വിമൻ ആയിട്ടുള്ള ആളുകളെയാണ്. അതായത് വെൽത്ത് അബണ്ടൻസ് ഹബ്ബ് നമ്മുടെ വിമൻസ് ഡേ, നമ്മുടെ മദേഴ്സ് ഡേ പ്രമാണിച്ചുകൊണ്ട് ഒരു ഇന്നർ ചൈൽഡ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതായത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. സോ അതിലേക്ക് ഞാൻ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ ഉള്ളിലുള്ള മുറിവുകളെ ഉണക്കാനും സ്വയം സ്നേഹിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റി ലിങ്ക് അവൈലബിൾ ആണ്. ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്ക് എന്താണ്, ഈ ഒരു ഇന്നർ ചൈൽഡ് മെഡിറ്റേഷന്റെ ക്ലാസ്സിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. സോ നമ്മൾ നടത്തുന്നത് സൂം പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾ വളരെ തിരക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് അല്ലെങ്കിൽ നമുക്കും നമ്മുടെ കൂടെ ഒരുപാട് ആളുകളെയും ഈ ഒരു കാര്യത്തിനോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളൊരു മനസ്സ് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഇന്നർ ചൈൽഡ് വളരെയധികം സന്തോഷിക്കുന്നുണ്ടായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, നിങ്ങൾ എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ലിങ്ക് നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക. ആ ഒരു ലിങ്ക് കാരണം അവരുടെ ജീവിതത്തിൽ അവർ ഇത്രയും നാളും അനുഭവിക്കാത്ത ആ ഒരു ഇന്നർ ചൈൽഡിനെ കാണാനായിട്ട് നിങ്ങൾ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരിക. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ തന്നെ തിരിച്ചു പിടിക്കാം. നമുക്ക് സ്നേഹിച്ച് തുടങ്ങാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സമാധാനമുള്ള ഒരു മനസ്സിനായി ഈ ലിങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യാൻ നമുക്ക്
ക്ലാസ്സിൽ വെച്ച് കണ്ടുമുട്ടാം. താങ്ക് യു.